കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്റർ BA കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റിക്സിലെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പാർട്ട് 1. സോ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം, പ്ലേലിസ്റ്റിൽ അത് ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്താണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയാം. നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അതിനൊരു എവല്യൂഷൻ കാര്യങ്ങളൊക്കെ തന്നെ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അതിൻ്റേതായിട്ടുള്ള സാലിയൻ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടും പിന്നെ പ്രിയാമ്പിളിനെ കുറിച്ചിട്ടും ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ ഈ മൊഡ്യൂളിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള നോട്ട്സ്, അതായത് ഷോർട്ട് നോട്ടുകൾ പോയിൻറ്റ്സുകളൊക്കെ തന്നെ നമ്മൾ ഇൻസ്റ്റ ID നോട്ട് ടോക്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യേണ്ടവർക്ക് ചെക്ക് ചെയ്യാം. ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, എവറി കോൺസ്റ്റിറ്റ്യൂഷൻ ട്രൈസ് ടു ക്രിയേറ്റ് റൂൾസ് ഫോർ ഹൗ എ കൺട്രി ഷുഡ് ബി റൺ ബേസ്ഡ് ഓൺ സർട്ടൈൻ ഐഡിയാസ്. അതായത് ഒരു കൺട്രി എങ്ങനെ റൺ ചെയ്യണം, എങ്ങനെ പോവണം എന്ന് ഒരു സർട്ടൈൻ ഐഡിയാസ് റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള റൂൾസിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഒരുപാട് റൂൾസ് ലോസ് കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്തുണ്ട്. ഒരു കൺട്രിയുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഈ ലോസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായി വരുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ സ്പെഷ്യൽ ഫീച്ചേഴ്സ്. ദ പീപ്പിൾ ഹു റോട്ട് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാവ് ഡിഫറെൻറ്റ് ബലീഫ്സ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഈ 1940s 50s കാലഘട്ടങ്ങളിലാണ് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവരുടെ പല ബിലീവ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. സം ഓഫ് ദീസ് പീപ്പിൾ ബിലീവ്ഡ് ഇൻ സോഷ്യലിസം, വിച്ച് മീൻസ് ദേ വാണ്ടഡ് ടു ചേഞ്ച് സൊസൈറ്റി എയ്തർ ത്രൂ റെവല്യൂഷൻ ഓർ പീസ്ഫുൾ പൊളിറ്റിക്സ്. അതിൽ ചില ആൾക്കാർ സോഷ്യലിസത്തിൽ ബിലീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേ ഡിഡ്ന്റ് ലൈക്ക് ദ ഐഡിയ ഓഫ് എ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ്. അതുപോലെ പ്രൈവറ്റ് ഓണർഷിപ്പിനെ ചിലവരൊന്നും അതിനകത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അതേഴ്സ് സപ്പോർട്ടഡ് ബിസിനസ് ആൻഡ് ലാൻഡ് ഓണേഴ്സ്. അതുപോലെ ദെൻ ദർ വേർ ദോസ് ഹൂ ഫോളോഡ് ഗാന്ധീസ് ഐഡിയാസ്. ദേ ഡിഡ്ന്റ് ലൈക്ക് ദ വേ ഓഫ് ബിസിനസ് വർക്ക്ഡ് ആൻഡ് വാണ്ടഡ് ടു സപ്പോർട്ട് സ്മോൾ ഇൻഡസ്ട്രീസ് ആൻഡ് വില്ലേജ് കൗൺസിൽസ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ മേക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഒക്കെ കാലഘട്ടങ്ങളിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അംബേദ്കറുടെ കാര്യം പറയാം, ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് ഹിന്ദുത്വ ഐഡിയാസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സവർക്കറിനെ പോലുള്ള ആൾക്കാരൊക്കെ അതിനകത്തുണ്ടായിരുന്നു. സോ ചിലവരൊക്കെ തന്നെ സോഷ്യലിസത്തിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലവർക്ക് അതിനകത്ത് പ്രൈവറ്റ് ഓണർഷിപ്പിനെ കുറിച്ചിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ലാൻഡ് ഓണേഴ്സിനെയും ചിലപ്പോൾ ബിസിനസ്സിനെയൊക്കെ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗാന്ധിയുടെ ഐഡിയാസൊക്കെ കുറേ പേര് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്മോൾ ഇൻഡസ്ട്രീസ്, വില്ലേജ് കൗൺസിൽസ് ഇതിനെയൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഐഡിയാസാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു മേക്കിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നത്. ഓൾ ഓഫ് ദീസ് ഐഡിയാസ് ഇൻഫ്ലുവൻസ്ഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഓൾസോ ടുക്ക് സം റൂൾസ് ഫ്രം വെൻ ഇന്ത്യ വാസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ ഇൻ 1935. അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കിങ്ങിൻ്റെ സമയത്ത് 1935 നമുക്കൊരു ബ്രിട്ടീഷ് റൂള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിലുള്ള പല റൂൾസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരുപാട് മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നൊക്കെ തന്നെ കടമെടുത്തിട്ടുള്ളവയാണ്. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ നിന്നും ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ തന്നെ, അതുപോലെ ഇഷ്ടം പോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആവട്ടെ, ചിലതൊക്കെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആവട്ടെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. In simple terms, the Indian Constitution is a mix of different ideas. It does not fit into one category neatly. It tries to find a balance between individual rights, what society needs, and keeping the country safe. It's like a mix between different kinds of governments. അപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പല ഐഡിയാസിൻ്റെ ഒരു മിക്സ്ചറാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ഓഫ് സൊസൈറ്റിക്ക് വേണ്ടി മാത്രമല്ല ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇൻഡിവിജ്വൽ റൈറ്റ്സും സൊസൈറ്റിയുടെ നീഡ്സും അതുപോലെ കൺട്രിക്ക് സേഫായിട്ട് നിർത്തുന്ന ഒരു ബാലൻസാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഗവൺമെൻറ്റ്സിൻ്റെ മിക്സും ഒക്കെ തന്നെ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതാണ് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തായാലും എക്സാമിന് ചോദിക്കാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ.
സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും ലോങ്ങസ്റ്റും അതുപോലെ റിട്ടൺ ചെയ്തിരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ചില കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും റിട്ടൺ അല്ല കേട്ടോ. സോ ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഹാസ് എ റിട്ടൺ ആൻഡ് ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് 365 articles divided into 22 parts. In the later period, a number of amendments were made on the constitution. Provisions were either added or deleted. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ റിട്ടണും ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷനുമാണ് നമ്മുടെ. അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 365 ആർട്ടിക്കിളുകളും 22 ഭാഗങ്ങളും ഉള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിനുശേഷം ഒരുപാട് അമെൻമെൻറ്റ്സുകൾ വന്നിട്ടുണ്ട്, അതായത് ഭേദഗതികൾ വന്നിട്ടുണ്ട്. സോ ഈവൻ ആഫ്റ്റർ ദീസ് അമെൻമെൻറ്റ്സ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റിൽ റിമെയിൻ ആസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സാലിയൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പോപ്പുലർ സോവറിനിറ്റി ആണ്, അതായത് പരമാധികാരം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ഹോൾഡ്സ് popular sovereignty, the will of the people that prevails ultimately in the affairs of the state. The sovereignty of the people is proclaimed in its opening words itself. സോ ഇന്ത്യയിലെ സിറ്റിസൺസിനാണ് പരമാധികാരം നൽകുന്നത്. ദ വിൽ ഓഫ് ദ പീപ്പിൾ, അതായത് പീപ്പിളിൻ്റെ വില്ലാണ് ഇതിനു വേണ്ടിയിട്ട് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിമായിട്ട് നിൽക്കുന്നത്. ഒരു സ്റ്റേറ്റിൻ്റെ അഫെയർ തന്നെ എന്താണ്, ഈ വിൽ ഓഫ് ദി പീപ്പിളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൽ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ആ വേർഡ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോ ആ ഒരു വേർഡ് തന്നെ മനസ്സിലാവാൻ പറ്റും എത്രത്തോളം സിറ്റിസൺസിന് ഇതിന് പ്രാധാന്യം നൽകുന്നുണ്ടെന്ന്. സോ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കിങ്ങിൻ്റെ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ ആ സമയത്ത് ഇപ്പോൾ സവർക്കറിനെ പോലുള്ള ഹിന്ദുത്വ ഐഡിയോളജീസ് ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ ദി നെയിം ഓഫ് ഗോഡ് എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വേണ്ടാന്ന് പറഞ്ഞിട്ട്. സോ അന്ന് അംബേദ്കറിനെയും അതുപോലെ ജവഹർലാൽ നെഹ്റുവിനെയും പോലുള്ള ആളുകളൊന്നും അതിനൊട്ടും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇലക്ഷൻസ് ടു ദ ഇന്ത്യൻ പാർലമെൻറ്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഷാൽ ബി ഓൺ ദി ബേസിസ് ഓഫ് അഡൾട്ട് സാഫ്രേജ്. അതായത് ഇലക്ഷൻസ്, അതായത് ഇപ്പോൾ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അഡൾട്ട്സിൻ്റെ വോട്ടിൻ്റെ റേറ്റിങ്ങിനനുസരിച്ചിട്ടാണ്. സോ ഇവിടെ നമുക്ക് എന്താണ്, പോപ്പുലർ സോവറിനിറ്റിയാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇത് സിറ്റിസൺസിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഡിറൈവ് ചെയ്യുന്നത്, അതായത് അതോറിറ്റി ഡിറൈവ് ചെയ്ത് വരുന്നത് പീപ്പിൾ നിന്നാണ്. അതുപോലെ തന്നെ റെഗുലർ ഇൻ്റർവെൽസിന് ഈ ഇലക്ഷൻസ് മറ്റും നടക്കുന്നു, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയൊക്കെ തന്നെ സെലക്ട് ചെയ്യുന്നു. സോ ദ ഐഡിയ ഓഫ് പോപ്പുലർ സോവറിനിറ്റി ഈസ് അഫേംഡ് ഇൻ സെവറൽ പ്ലേസസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതാണ് അടുത്ത സാലിയൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിക്ലെയർസ് ദാറ്റ് ഇന്ത്യ ടു ബി എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ഇന്ത്യനെ മുഴുവനായിട്ട് ഒരു ഇൻഡിപെൻഡൻറ്റും സോവറിൻ സ്റ്റേറ്റും ആയിട്ട് പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ടോട്ടലി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. റിയൽ പവർ എന്ന് പറയുന്നത് ഫ്രം ദി പീപ്പിൾ ആണ്. പിന്നെ റിപ്പബ്ലിക് എന്നുള്ളൊരു വേർഡ് കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിപ്പബ്ലിക്, അതായത് ഒരു കൺട്രി റിപ്പബ്ലിക് ആണ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോട്ട്സ് ദാറ്റ് ദ സ്റ്റേറ്റ് ഈസ് ഹെഡഡ് ബൈ എ പ്രസിഡൻറ്റ് ഇലക്റ്റഡ് ഇൻഡയറക്ട്ലി ബൈ ദ പീപ്പിൾ. അപ്പോൾ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ ഇലക്ഷനിലൂടെ അതിനെ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ആ ഒരു സ്റ്റേറ്റ് റിപ്പബ്ലിക്കാന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സാലിയൻറ്റ് ഫീച്ചറിൽ പെടുന്നതാണ് സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇത് മൂന്നുമാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അടുത്ത ഫീച്ചർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡും ഫ്ലെക്സിബിളും ആണ്. Indian constitution is partly rigid and partly flexible. So the procedure for the amendment of the Indian constitution is neither very easy as in England nor very rigid in the USA. So Indian parliamentൽ നമ്മൾ ലോയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എമെൻഡ് ചെയ്യാൻ വേണ്ടി, ഭേദഗതി ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഒരു സിമ്പിൾ മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഈസി ടു നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എമെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ സം അതർ പ്രൊവിഷൻസ് മേ ബി അമെൻഡഡ് ബൈ സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ ഇന്ത്യൻ പാർലമെൻറ്റ്, that is majority not less than 2/3 of the members of each house present and voting, which again must be majority of the total membership of the house. അപ്പോൾ ഇതിൽ നമ്മൾ ജസ്റ്റ് ഇത് എഴുതിയാൽ മതി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് റിജിഡും ഫ്ലെക്സിബിളും ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട്ലി റിജിഡ് ആണ്, അതുപോലെ പാർട്ട്ലി ഫ്ലെക്സിബിളും ആണ്. പിന്നീട് ഈ 2/3 സ്പെഷ്യൽ മെജോറിറ്റിയുടെ കാര്യം കൂടി എഴുതി വയ്ക്കുക. സോ അടുത്തൊരു ഫീച്ചറായിട്ട് പറയുന്നത് സെക്യുലർ സ്റ്റേറ്റ് ആണ്, അതായത് സെക്യുലറിസം. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ സെക്യുലറിസം എന്ന് പറയുന്നത് അല്ലേ. ദി കമ്മിറ്റ്മെൻറ്റ് ടു ദ ഗോൾ ഓഫ് സെക്യുലറിസം ഹാസ് ബീൻ സ്പെൽഡ് ഔട്ട് ഇൻ ക്ലിയർ ടേംസ്. ദ വേർഡ് സെക്യുലർ ഹാസ് ബീൻ ആഡഡ് ഇൻ ദ പ്രിയാമ്പിൾ ബൈ 42nd അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 1976
42nd അമെൻമെൻറ്റിലാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ദ വേർഡ് ആയിട്ടുള്ള ഈ സെക്യുലർ എന്നുള്ള വേർഡ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻ ഇന്ത്യ ദർ ഇസ് നോ ഒഫീഷ്യൽ ഓർ സ്റ്റേറ്റ് റീജിയൻ. ഇന്ത്യക്ക് ഒരു സ്റ്റേറ്റ് റീജിയനോ ഒരു ഒഫീഷ്യൽ റീജിയനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇറ്റ് ട്രീറ്റ്സ് ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് എലൈക്ക് ആൻഡ് ഗീവ്സ് ദം ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീസ് ഫ്രീഡം ഓഫ് റിലീജിയൻ ടു ഓൾ പേഴ്സൺ. കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും ഗ്യാരണ്ടി ചെയ്യുന്നത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. ഏതൊരാൾക്കും ഏത് മതത്തിലും വിശ്വസിക്കാം, അതിനനുസരിച്ച് ജീവിച്ചു പോകാനുള്ള എല്ലാ അധികാരങ്ങളും എല്ലാ ഫ്രീഡവും ഒക്കെ തന്നെ നൽകുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റിനൊരു പ്രത്യേകിച്ച് റിലീജിയനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവരും ഒന്നാണ്, സെക്യുലറാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത്. അടുത്തത് യൂണിവേഴ്സൽ ഫ്രാഞ്ചൈസ് ആണ്. അതായത് ആക്ട് 326 ആണ്. എൻഷുവേഴ്സ് ദാറ്റ് അഡോപ്ഷൻ ഓഫ് യൂണിവേഴ്സൽ അഡൾട്ട് സഫ്രേജ്. It enables any citizens of India to cast his vote without considering any caste, color, sex, qualification or property or the like. അതായത് നമുക്കറിയാം, നമ്മൾ പണ്ടൊക്കെ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ചിലവർക്ക് അന്നത്തെ ഒരു സമയത്തിനനുസരിച്ചിട്ട് അവിടെ പ്രോപ്പർട്ടി ഉള്ളവർക്ക് മാത്രമാണ് വോട്ടിങ്ങിന് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ സ്ത്രീകൾക്ക് വോട്ടിങ്ങിന് അവകാശം ഉണ്ടായിരുന്നില്ല. ഇത്ര സെപ്പറേറ്റ് കാസ്റ്റിൽപ്പെട്ടവർക്ക് വോട്ടിന് അവകാശം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ തന്നെ. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച്, ഒരു ഡെമോക്രാറ്റിക് നേഷനെ സംബന്ധിച്ച് അവിടെ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസിയാണ്. അതായത് ഈ 18 വയസ്സായ ഏതൊരു കാസ്റ്റിൽപ്പെട്ട, കളറിൽപ്പെട്ട, സെക്സിൽപ്പെട്ട, ഏത് ക്വാളിഫിക്കേഷൻ ആവട്ടെ, പ്രോപ്പർട്ടി ഇല്ലാതിരിക്കട്ടെ, അവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇംപാർഷ്യൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറിയാണ്. ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒന്നായിരുന്നു ഇംപാർഷ്യൽ ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. നമുക്കറിയാം, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി എന്നിങ്ങനെ 3 ബ്രാഞ്ചസ് ആണ് നമ്മുടെ ഗവൺമെൻറ്റിനുള്ളത്. അതിൽ നമ്മുടെ ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റും ഇംപാർഷ്യലും ആയിരിക്കണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ അല്ലെങ്കിൽ സ്വത്തുള്ളവർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ളൊരു പാർഷ്വാലിറ്റിയും കാണിക്കാതെ ലോൻ്റെ ബേസിൽ എല്ലാവർക്കും എല്ലാം ഈക്വലായിട്ട് നൽകുക. അതുപോലെ തന്നെ ഇഫ് ദ ജുഡീഷ്യറി ഈസ് എ സബോർഡിനേറ്റ് ഓർ ഏജൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്, ഇറ്റ് കുഡ് നോട്ട് ബി ട്രസ്റ്റഡ് ആസ് ആൻ ഇംപാർഷ്യൽ interpreter of the constitution and the conflicts and the controversies between the center and the states. ഈ സാലിൻ ഫീച്ചറിൽ 3 കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്താം. ഒന്നാമത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്, രണ്ടാമത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആണ്, മൂന്നാമത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. ഇത് 3ഉം നമ്മളിനി വരുന്നതിൽ ഒന്നുകൂടി പറയുന്നുണ്ട്. അതായത് ഈ ഒരു ചാപ്റ്ററിൽ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ അത് അപ്പോൾ തന്നെ ആഡ് ചെയ്യാം. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങളും കൂടിയിട്ട് നോട്ട് ചെയ്യുക. നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് 7 എണ്ണമാണ്. റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് എഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഈ 7 എണ്ണവും നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചു വയ്ക്കുക. സോ ഇതൊക്കെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന വീഡിയോസിൽ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സും അതിൻ്റെ ഡ്യൂട്ടീസും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അതായത് DPSP കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം.